ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച പഹൽഗാം തീവ്രവാദ ആക്രമണം. ഭീകരാക്രമണത്തിൽ 26 ജീവനുകൾ ആണ് പൊലിഞ്ഞത്. പതിവ് പോലെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കൈകഴുകി. എന്നാൽ പാക് മുൻ സൈനികനാണ് ആ ഭീകരാക്രമണത്തെ മുന്നിൽ നിന്ന് നയിച്ചത് എന്ന് ഇന്ത്യ തെളിവുകൾ നിരത്തി. ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ നയതന്ത്ര യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിന് ഒരുക്കമെന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ച പാകിസ്ഥാൻ എന്നാൽ ഇപ്പോൾ ഭയാശങ്കയിലാണ്. 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോൾ ഭയക്കുന്നത് അവർ തന്നെ വെള്ളവും വളവും നൽകി വളർത്തുന്ന തീവ്രവാദി നേതാക്കളെ ഇന്ത്യ വകവരുത്തും എന്നാണ്. ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഹാഫിസ് സെയ്ദിന് അടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏത് നിമിഷവും പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ കടന്നാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അവർ. തീവ്രവാദത്തിൻ്റെ വേരറക്കും എന്ന് ഇന്ത്യ ഉറപ്പിച്ചാൽ ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും ഹാഫിസ് സെയ്ദുമാരെ രക്ഷിക്കാൻ പാകിസ്ഥാനാകില്ല എന്നും അവർക്കറിയാം.